നമസ്കാരം. 9th ഫിസിക്സിന്റെ എക്സാമിന് വേണ്ടിയുള്ള, അതായത് പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ട് ഒരു 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പേപ്പറും അല്ലെങ്കിൽ ബുക്കും പേനയൊക്കെ എടുത്തിരിക്കുക, ഓരോ ക്വസ്റ്റിനും എഴുതിയെടുക്കുക കേട്ടോ. എന്നിട്ട് തന്നെ ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ കിട്ടിയിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് പഠിച്ചു പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ്? The speed of sound in water is 1500 meter per second. Calculate the time for a sound wave would take to travel a distance of 4 kilometer in water. അതായത് സൗണ്ട്, വെള്ളത്തിലുള്ള സൗണ്ടിന്റെ സ്പീഡ് നമുക്കറിയാം 1500 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നറിയാം. നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സമയമാണ്. എപ്പോഴത്തെ സമയമാണ്? സൗണ്ട് വേവ് വുഡ് ടേക്ക് ടു ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 4 കിലോമീറ്റർ ഇൻ വാട്ടർ. സൗണ്ട് വേവ് വാട്ടറിൽ കൂടെ 4 കിലോമീറ്റർ കേട്ടോ, 4 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യമേ എന്ത് ചെയ്യണം? പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആദ്യമേ തന്നിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ നൊട്ടേഷൻസ് വെച്ച് എഴുതുക കേട്ടോ. അപ്പം സ്പീഡ് ഓഫ് സൗണ്ട് തന്നിട്ടുണ്ട് ഇല്ല, എത്രയാണ്? അത് വി എന്ന് എടുക്കാം. വി ഈസ് ഈക്വൽ ടു 1500 മീറ്റർ പെർ സെക്കൻഡ്. ശ്രദ്ധിച്ചോണം, ഇതെല്ലാം SI യൂണിറ്റിലാണെന്ന് ശ്രദ്ധിച്ചോണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് തന്നെ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ? ഡിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? 4 കിലോമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ നോക്കി കിലോമീറ്റർ ആണ്, മനസ്സിലായല്ലോ. അപ്പൊ നമ്മളതിനെ ഇതിലേക്ക് മാറ്റണം, SI യൂണിറ്റിലേക്ക് മാറ്റണം ഇല്ല. അപ്പൊ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര വരും? 4000 മീറ്റർ കേട്ടോ. അപ്പൊ 4000 മീറ്റർ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അതും കൂടെ നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് വെച്ച് എഴുതി വെക്കണം. അപ്പൊ T ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചു. ഇനി ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾ ഏതാണ് പഠിച്ചിട്ടുള്ളത് നോക്കുക. നമുക്കറിയാം ഏതാണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നൊരു ഇക്വേഷൻ അറിയാം. നമുക്ക് ടൈം എല്ലാം കണ്ടുപിടിക്കണം. അപ്പം ടൈം T ഈസ് ഈക്വൽ ടു ഇല്ലേ, വീനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പം എങ്ങനെ വരും? D ബൈ V എന്ന് വരും ഇല്ലേ. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് വരും. ഡിസ്റ്റൻസ് നമുക്കറിയാം എത്രയാണ്? 4000 ഇല്ലേ. 4000 ആണ്. സ്പീഡ് എത്രയാണ്? 1500 ആണ്. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ക്യാൻസൽ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 15 എന്ന് വരും കേട്ടോ. അപ്പം ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് 2.67 വരും കേട്ടോ. സമയം 2.67 സെക്കൻഡ് എന്നാണ് വരുന്നത്. മനസ്സിലായല്ലോ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്സർവ് ദ ഡയഗ്രാം ഗിവൺ ബിലോ. ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ടല്ലേ. എന്തിന്റെ ഡയഗ്രാം ആണ്? നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ളതാണല്ലോ. എന്തിനാണ്? റിയോസ്റ്റാറ്റിന്റെ ഡയഗ്രാം ആണ്, നമുക്കറിയാം ഇല്ലേ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഐഡന്റിഫൈ ദ ഡയഗ്രാം ഗിവൺ ഹിയർ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? റിയോസ്റ്റാറ്റ് ആണ് കേട്ടോ. റിയോസ്റ്റാറ്റ് എഴുതുക. വാട്ട്സ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ്. റിയോസ്റ്റാറ്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? പഠിച്ചിട്ടുള്ളതാണല്ലേ. അതായത് കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റിയോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നത്. ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ അല്ലേ. ലെങ്തിന് ഇവിടെ അനുസരിച്ചുള്ള ലെങ്തിന് വ്യത്യാസം വരുമ്പോൾ, അല്ലെങ്കിൽ ലെങ്ത് കൂടുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? റെസിസ്റ്റൻസ് കൂടും. അതാണ് ഈ റിയോസ്റ്റാറ്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് കേട്ടോ. ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ഇൻക്രീസസ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചേഞ്ച് ഒന്നും ഇല്ലാതെ ലെങ്ത് ഇല്ല, ലെങ്ത് ഇൻക്രീസ് ചെയ്താൽ റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് റിയോസ്റ്റാറ്റ്. ഇനി പഠിച്ച യൂസ് ഓഫ് ദിസ് ഡിവൈസ്. യൂസ് എന്തിനു വേണ്ടിയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന റിയോസ്റ്റാറ്റ്? നമ്മൾ പറഞ്ഞു ഇല്ലേ. കറണ്ട് ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ കറണ്ട് കുറയ്ക്കാനോ, അതുപോലെ സർക്യൂട്ടിലെ ബ്രൈറ്റ്നസ് കൂട്ടാനോ, അല്ലെങ്കിൽ എന്താണ് പ്രധാനമായിട്ടും കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റിയോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിയോസ്റ്റാറ്റ് ആണ് ഡിവൈസ്. The length of the conductor increases without any change in its area of cross section. Its resistance also increases. ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കേട്ടോ ഇത്. ഇനി റിയോസ്റ്റാറ്റിന്റെ യൂസ് ചോദിച്ചായിരുന്നു. റിയോസ്റ്റാറ്റ് ഈസ് എ വേരിയബിൾ റെസിസ്റ്റർ യൂസ്ഡ് ടു കൺട്രോൾ ഓർ വേരി ദ കറണ്ട് ഇൻ ദ ഇലക്ട്രിക് സർക്യൂട്ടിലെ എന്താണ് കറണ്ടിനെ വേരി ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ റിയോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. The relative density of a substance indicates how many times the density of the substance is to the density of water. Relative density എന്താ നമുക്കറിയാം. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? Name the device used for measuring relative density. Relative density മെഷർ ചെയ്യുന്ന ഡിവൈസിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഹൈഡ്രോമീറ്റർ അല്ലെ. ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യുന്നത്. വാട്ട്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ്? ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ഇല്ലേ. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, അതായത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിന്റെ ബേസിൽ വരുന്ന പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ആണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി വാട്ട് വിൽ ബി ദ റീഡിംഗ് ഷോൺ ബൈ ദിസ് ഡിവൈസ് വെൻ ഇറ്റ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ. വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്തിരിക്കും. ഇതിന്റെ റീഡിംഗ് എത്രയായിരിക്കും വരുന്നത്? റീഡിംഗ്
1 ആയിരിക്കും വരുന്നത്. നമുക്കറിയാം പ്യുവർ വാട്ടറിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി എത്രയാണ്? 1 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹൈഡ്രോമീറ്റർ എങ്ങനെയാണ്? 1 ആയിരിക്കും അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻസർ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രോമീറ്റർ ആണ്. വർക്ക്സ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്താണ്? നമുക്കറിയാം ഫ്ലോട്ടിംഗ് ബോഡി ഡിസ്പ്ലേസസ് എ ലിക്വിഡ് ഹൂസ് വെയിറ്റ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദി ബോഡി. റീഡിങ് എങ്ങനെയായിരിക്കും കാണിക്കുന്നത്? 1 ആയിരിക്കും കാണിക്കുന്നത് അല്ലേ? വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്യുമ്പോൾ. അതിന് കാരണം എന്താണ്? പ്യുവർ വാട്ടർ റിലേറ്റീവ് ഡെൻസിറ്റി 1 ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രോമീറ്റർ അല്ലേ? അതുകൊണ്ട് ഹൈഡ്രോമീറ്റർ എങ്ങനെയാണ്? വെള്ളത്തിൽ വെക്കുമ്പോൾ 1 ആയിരിക്കും അവിടെ കാണിക്കുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ഗ്രേറ്റർ റെസിസ്റ്റൻസ്? കുറച്ച് സംഭവങ്ങൾ തന്നിട്ടുണ്ട്. കോപ്പർ, സിൽവർ, അലൂമിനിയം, ടങ്സ്റ്റൺ. ഇതിൽ ഏതിനാണ് ഗ്രേറ്റർ റെസിസ്റ്റൻസ് ഉള്ളത്? ഏതിനാണ് ഗ്രേറ്റർ റെസിസ്റ്റൻസ്? ടങ്സ്റ്റൺ ആണ് അല്ലേ? ടങ്സ്റ്റൺ ആണ് ഗ്രേറ്റർ റെസിസ്റ്റൻസ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ? ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചല്ലേ? റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ എന്തിനൊക്കെയാണ്? ലെങ്തിന് അല്ലേ? ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ഉണ്ട്, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ഉണ്ട്. പിന്നെ ഏതാണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലേ? പിന്നെ മെറ്റീരിയലിന്റെ നേച്ചർ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത് എഴുതുക കേട്ടോ. നോക്കുക, ടങ്സ്റ്റൺ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. നമുക്കറിയാം റെസിസ്റ്റൻസ് എങ്ങനെയാണ്? ലെങ്ത് കൂടുവാണെങ്കിൽ കൂടുന്നറിയാം. The next one is the area of cross section. Resistance decreases when area of cross section increases. നമ്മൾ പഠിച്ചതല്ലേ? ഇവിടെ റെസിസ്റ്റൻസ് എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണ് ലെങ്തിന്. ഇവിടെ എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. പിന്നെ നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ അല്ലേ? നമുക്കറിയാം. പിന്നെ ടെമ്പറേച്ചർ ഓഫ് ദി കണ്ടക്ടർ. പ്രധാനമായിട്ടും ഈ 3 ഫാക്ടേഴ്സ് എഴുതുകോട്ടെ. ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതാണ് പ്രധാനമായിട്ടുള്ള. പിന്നെ നേച്ചർ ഓഫ് ദി മെറ്റീരിയലും ഉണ്ട് കേട്ടോ. പ്രധാനമായിട്ടും ലെങ്ത് ഓഫ് ദി കണ്ടക്ടറും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ആണ്. അപ്പം മൂന്നാമത്തെ നേച്ചർ ഓഫ് ദി മെറ്റീരിയലും കൂടെ എഴുതിയേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് മിൽക്ക്? മിൽക്കിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യുന്ന ഡിവൈസ്? ലാക്ടോമീറ്റർ അല്ലേ? ലാക്ടോമീറ്റർ ആണ്. ലാക്ടോമീറ്റർ. ഇനി ഇൻ വിച്ച് ടൈപ്പ് ഓഫ് മിൽക്ക്, പ്യുവർ മിൽക്ക് ഓർ ഫാറ്റ് റിമൂവ്ഡ് മിൽക്ക്, ഡസ് ദിസ് ഡിവൈസ് സിങ്ക് മോർ? പ്യുവർ മിൽക്കിലാണോ ഫാറ്റ് റിമൂവ് ചെയ്ത മിൽക്കിലാണോ ഈ ലാക്ടോമീറ്റർ കൂടുതലായിട്ട് സിങ്ക് ചെയ്യുന്നത്? റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം പ്യുവർ മിൽക്കിന് എങ്ങനെയാണ്? പ്യുവർ മിൽക്കിനെ സംബന്ധിച്ചിടത്തോളം പ്യുവർ മിൽക്ക് കേട്ടോ, പ്യുവർ മിൽക്കിനെ സംബന്ധിച്ചിടത്തോളം ഡെൻസിറ്റി എങ്ങനെയാണ്? ലോവർ ആണ്, ഡെൻസിറ്റി കുറവാണ് കേട്ടോ. ഫാറ്റ് റിമൂവ്ഡ് ആയിട്ടുള്ള മിൽക്കിനാണ് ഡെൻസിറ്റി കൂടുതൽ കേട്ടോ. അപ്പം പ്യുവർ മിൽക്കിന് ഡെൻസിറ്റി അവിടെ കുറവാണ് അല്ലേ? ഫാറ്റ് റിമൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? റിലേറ്റീവ് ഡെൻസിറ്റി. ഫാറ്റ് റിമൂവ് ചെയ്യുമ്പോൾ കേട്ടോ, ഫാറ്റ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? റിലേറ്റീവ് ഡെൻസിറ്റി എങ്ങനെയാണ്? റിലേറ്റീവ് ഡെൻസിറ്റി കൂടും കേട്ടോ. അതുകൊണ്ട് ലാക്ടോമീറ്റർ എങ്ങനെയാണ്? ഫാറ്റ് റിമൂവ്ഡ് ആയിട്ടുള്ള മിൽക്കിൽ ഫ്ലോട്ട് ചെയ്തെടുക്കും, പ്യുവർ മിൽക്കിൽ അത് സിങ്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ ഡെൻസിറ്റിയും റിലേറ്റീവ് ഡെൻസിറ്റിയും ആയിട്ട് കമ്പയർ ചെയ്ത് പറയണം കേട്ടോ. ഇത് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലാക്ടോമീറ്റർ ആണ്. ലാക്ടോമീറ്റർ സിങ്സ് മോർ ഇൻ പ്യുവർ മിൽക്ക്. അത് ചോദിക്കാം, എന്തുകൊണ്ടാണെന്ന് ചോദിക്കാം. എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. പ്യുവർ മിൽക്ക് ഹാസ് ലോവർ ഡെൻസിറ്റി. പ്യുവർ മിൽക്കിന് എങ്ങനെയാണ്? ഡെൻസിറ്റി കുറവാണ് കമ്പയർ ടു ഫാറ്റ് റിമൂവ്ഡ് മിൽക്ക്. വെൻ ഫാറ്റ് ഈസ് റിമൂവ്ഡ് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് മിൽക്ക് ഇൻക്രീസസ് കേട്ടോ. ഫാറ്റ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? റിലേറ്റീവ് ഡെൻസിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്താണ്? ലാക്ടോമീറ്റർ ഫ്ലോസ് ഹയർ ഇൻ ഫാറ്റ് റിമൂവ്ഡ് മിൽക്ക് ആൻഡ് സിങ്സ് മോർ ഇൻ പ്യുവർ മിൽക്ക്. അപ്പോൾ ലാക്ടോമീറ്റർ കൂടുതലായിട്ടും സിങ്ക് ചെയ്തിരിക്കുന്ന ഏതിലായിരിക്കും? പ്യുവർ മിൽക്കിലും ആയിരിക്കും. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ഔട്ട് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ. ആക്ഷനും റിയാക്ഷനും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എ പേഴ്സൺ ജംപ് ഫ്രം ബോട്ട് ഓൺ ടു ദ ഷോർ. അതായത് ബോട്ടിൽ നിന്നും ഒരാൾ തീരത്തേക്ക് ചാടുവാണ്. അപ്പൊ അവിടെ നടക്കുന്ന ആക്ഷൻ ഏത്? റിയാക്ഷൻ ഏത്? ആക്ഷൻ ഏതാണ്? ബോട്ടിനെ പുഷ് ചെയ്യുന്നതാണ് ആക്ഷൻ ഇല്ലേ? അപ്പൊ അതിന്റെ ഫലമായിട്ട് ബോട്ട് ഇയാളെ പുഷ് ചെയ്യുന്നുണ്ട് ഫോർവേഡ് ആയിട്ട്. മനസ്സിലാവുന്നുള്ള പറഞ്ഞത്. അപ്പം അതാണ് അവിടുത്തെ ആക്ഷനും റിയാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി എ പേഴ്സൺ റോവിങ് എ ബോട്ട്. ഒരാള് ബോട്ട് തുഴയുക. അപ്പൊ ഞാൻ ആക്ഷൻ ഏതാണ്? ആ ഓറുണ്ടല്ലോ, അതായത് ആ തുഴയുണ്ടല്ലോ, തുഴ വാട്ടറിന്റെ പുറകിലേക്ക് തള്ളുന്നുണ്ട്. അതാണ് അവിടുത്തെ ആക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിന്റെ ഫലമായിട്ട് വാട്ടർ എന്താണ്? മുന്നോട്ട് ബോട്ടിനെ തള്ളുന്നുണ്ട്. അതാണ് റിയാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബട്ട് ദേ നെവർ ക്യാൻസൽ ഈച്ച് അതർ ബൈ. ആക്ഷനും റിയാക്ഷനും നമുക്കറിയാം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് പറയാം, പക്ഷെ അതൊരിക്കലും ക്യാൻസൽ ചെയ്യുന്നില്ല. അതിന് കാരണം എന്താണ്? നമുക്കറിയാം ആക്ഷനും റിയാക്ഷനും ആക്ട് ചെയ്ത് എങ്ങനെയാണ്? 2 ഡിഫറെന്റ് ആയിട്ടുള്ള ബോഡീസിലാണ് അല്ലെ? 2 ഡിഫറെന്റ് ആയിട്ടുള്ള ബോഡീസിലാണ്. അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ കേസിൽ പേഴ്സൺ ജംപ്സ് ഫ്രം എ ബോട്ട് ഓൺ ടു ദ ഷോർ. ആക്ഷൻ ഏതാണ്? പേഴ്സൺ പുഷസ് ദ ബോട്ട് ബാക്ക്വേർഡ് വിത്ത് ഹിസ് ഫീറ്റ്. അതാണ് ആക്ഷൻ എന്ന് പറയുന്നത്. അവിടുത്തെ റിയാക്ഷൻ ഏതാണ് വരുന്നത്?
ബോട്ട് പുഷസ് എ പേഴ്സൺ ഫോർവേഡ് ടുവാർഡ് ദ ഷോറിലേക്ക് എന്താണ് ബോട്ട് പുഷ് ചെയ്യുന്നുണ്ട്, അതാണ് റിയാക്ഷൻ. പിന്നെ എന്താണ് പേഴ്സൺ റോവിങ് എ ബോട്ട് നമ്മൾ പറഞ്ഞു അല്ലേ, ഓർ പുഷസ് ദ വാട്ടർ ബാക്ക്വേർഡ്, നമ്മുടെ തുഴ കൊണ്ട് വെള്ളത്തിനെ പുറകോട്ട് തള്ളുന്നതാണ് അവിടുത്തെ ആക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് റിയാക്ഷൻ. അതിന്റെ ഫലമായിട്ട് വെള്ളം എന്താണ് ബോട്ടിനെ മുന്നോട്ട് തള്ളും. ഇനി ആക്ഷൻ ആൻഡ് റിയാക്ഷനും എന്താണ് ക്യാൻസൽ ചെയ്യുന്നില്ല, ഈക്വൽ ആണ്, പക്ഷെ ക്യാൻസൽ ചെയ്യുന്നതിന് കാരണം എന്താണ് ഇതാ നോക്കുക കേട്ടോ. ആക്ട് ഓൺ 2 ഡിഫറെന്റ് ബോഡീസ്, ആക്ഷനും റിയാക്ഷനും എങ്ങനെയാണ് 2 ഡിഫറെന്റ് ബോഡീസിലാണ് ആക്ട് ചെയ്യുന്നത്. therefore they do not cancel each other even though they are equal in magnitude and opposite direction. ഈക്വൽ മാഗ്നിറ്റ്യൂഡിൽ ഈക്വൽ ആയാലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായാലും അതെങ്ങനെയാണ് 2 വസ്തുക്കളിൽ മേലാണ് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് എന്താണ് അതൊരിക്കലും എന്താണ് ക്യാൻസൽ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ മൊമെന്റം. എന്താണ് മൊമെന്റം എന്ന് ചോദിച്ചിട്ടുണ്ട്. മൊമെന്റം എന്താണ്? മൊമെന്റം ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി. അതാണ് മൊമെന്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്നറിയാം, അതായത് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിന്റെ ഇക്വേഷൻ ഏതാണ് വരുന്നത്? മൊമെന്റത്തിന്റെ ഇക്വേഷൻ പി വെച്ചിട്ട് റെപ്രസെന്റ് പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി ആണ് വരുന്നത് കേട്ടോ. ദാറ്റ് ഈസ് മൊമെന്റം. നമുക്ക് മൊമെന്റം ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, അതായത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി ആണ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ. പ്രോബ്ലം ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്താണ്? ദ മൊമെന്റം ഓഫ് എ ബോഡി മൂവിംഗ് വിത്ത് എ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ഈസ് 200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ഇറ്റ്സ് മാസ്? മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്ന ഒരു ബോഡിയുടെ മൊമെന്റം അല്ലേ? മൊമെന്റം പി തന്നിട്ടുണ്ട്. എത്രയാണ്? 200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് മൊമെന്റം. പിന്നെ എന്താണ്? അതിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലേ, 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അതിന്റെ മാസ് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇക്വേഷൻ നമുക്കറിയാം, പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി ആണ്. ഓർ എം ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? പി ബൈ വി എന്ന് എഴുതാം. പി എത്ര വരും? 200 ആണ് വരുന്നത്. വി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ് വരുന്നത്. അപ്പൊ എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 10 അല്ലേ, 10 കിലോഗ്രാം. 10 കിലോഗ്രാം ആണ് മാസ് എന്ന് പറയുന്നത്. ആ ബോഡിയുടെ മാസ് എത്രയാണ്? 10 kg. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലോ. എന്താണ്? ഒരു ടാങ്കിലാണ്, ഒരു ഗ്ലാസ് ടാങ്കാണ്, അതിൽ വെള്ളമാണ് നിറച്ചിരിക്കുന്നത് കേട്ടോ. ഒരു പെൻസിൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ പെൻസിൽ എന്താണ്? ബെൻഡ് ചെയ്തിരിക്കുന്നു അല്ലേ. വാട്ട്സ് ദ റീസൺ ഫോർ ബെൻഡിങ് ഓഫ് പെൻസിൽ ഹിയർ? ബെൻഡ് ചെയ്യാനുള്ള റീസൺ എന്താണ്? എന്താണ്? റിഫ്രാക്ഷൻ അല്ലേ. നമുക്ക് ഒറ്റ വാക്കിൽ പറയാം, എന്താണ്? റിഫ്രാക്ഷൻ മൂലമാണ് അല്ലേ അതിന് കാരണം. ഇനി എക്സ്പ്ലെയിൻ ദ റീസൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് റീസൺ? എന്റെ റീസൺ എന്താണ് പറയേണ്ടത്? നമുക്കറിയാം ഇവിടെ ലൈറ്റ് റേസ് ട്രാവൽ ചെയ്യുമ്പോൾ എന്താണ് മീഡിയം അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഈ പെൻസിലിന്റെ വെള്ളത്തിനുള്ളിൽ സംബന്ധിച്ചോളം പെൻസിലിന് എങ്ങനെയാണ് ലൈറ്റ് റേസ് പോകുന്നത്? വാട്ടറിൽ നിന്നും എയറിലേക്ക് എന്നുള്ള രീതിയിലാണ് ലൈറ്റ് വരുന്നത്. അപ്പൊ എന്താണ്? സ്പീഡിന് അവിടെ വ്യത്യാസം വരും. അപ്പൊ എന്താണ്? അവിടെ ലാറ്ററൽ ഷിഫ്റ്റ് ആണ് അവിടെ നടക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ഷിഫ്റ്റഡ് അപ്വേർഡ്സ് ആയിട്ട് നമുക്ക് കാണപ്പെടുവാണ് ചെയ്യുന്നത് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കി എഴുതിയെടുക്കുക കേട്ടോ. എന്താണ് റീസൺ? നാളത്തെ റീസൺ എന്താണ്? റിഫ്രാക്ഷൻ ആണ്, നമുക്കറിയാം. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. വെൻ ലൈറ്റ് റേസ് ഫ്രം ദ പാർട്ട് ഓഫ് ദി പെൻസിൽ ഇൻസൈഡ് ദ വാട്ടർ ട്രാവൽസ് ഫ്രം വാട്ടർ ടു എയർ അല്ലേ. ആ വെള്ളത്തിൽ എങ്ങനെയാണ് ലൈറ്റ് റേസ് എങ്ങനെയാണ് പോകുന്നത്? വാട്ടറിൽ നിന്നും എയറിലേക്കാണ്. അപ്പൊ എന്താണ്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ബെൻഡ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്താണ്? മീഡിയം രണ്ടും വ്യത്യാസമല്ലേ, അത് വാട്ടറും എയറും ആണ്. അപ്പൊ അതിന് രണ്ടിനും എങ്ങനെയാണ് ഡെൻസിറ്റിയിലെ വ്യത്യാസമുണ്ട്. Due to refraction of light, the part of the pencil inside the water appears shifted upward. So the pencil look bent at the water surface. Lateral shift സംഭവിച്ചിട്ടത് നമുക്കത് മുകളിലോട്ട് എന്താണ് പൊങ്ങിയിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ബെൻഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. The next question. Kerala is the region with a high rate of noise pollution. കേരള എന്ന് പറഞ്ഞിരിക്കുന്നത് നോയിസ് പൊല്യൂഷൻ ഒരുപാടുള്ള ഒരു റീജിയൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഫൈൻ നോയിസ് പൊല്യൂഷൻ. വാട്ട് ആർ ദ മെത്തേഡ്സ് ടു റെഡ്യൂസ് നോയിസ് പൊല്യൂഷൻ? നമുക്കറിയാം അല്ലെ. എന്താണ് നോയിസ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? പ്രസൻസ് ഓഫ് അൺവാണ്ടഡ് ഓർ എക്സസീവ് സൗണ്ട് ഇൻ ദ എൻവയോൺമെന്റ് ദാറ്റ് കോസസ് ഡിസ്കംഫർട്ട് ഓർ ഹാം ടു ഹ്യൂമൻസ് ഓർ അതർ ലിവിങ് ബീങ്. അതിനാണ് നമ്മൾ നോയിസ് പൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നോയിസ് പൊല്യൂഷൻ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നമുക്കറിയാം. എന്തൊക്കെയാണ്? കൂടുതൽ ട്രീസ് വെച്ച് പിടിക്കുക അല്ലേ, പ്ലാന്റ് മോർ ട്രീസ്. അവോയ്ഡ് അൺനെസസറി യൂസ് ഓഫ് ഹോൺസ്, ലൗഡ് സ്പീക്കർ ഹോൺസിൻ്റെ ഒക്കെ അനാവശ്യമായിട്ടുള്ള ഉപയോഗങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. മെയിൻറ്റെയിൻ വെഹിക്കിൾസ് ആൻഡ് മെഷീൻസ് പ്രോപ്പർലി ടു റെഡ്യൂസ് എന്താണ് നോയിസ്. അതായത് വെഹിക്കിൾസും മെഷീൻസും ഒക്കെ പ്രോപ്പറായിട്ട് നമ്മൾ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലേ, സർവീസ് ചെയ്യുകയൊക്കെ ചെയ്യുക.
യൂസ് സൗണ്ട് പ്രൂഫ് മെറ്റീരിയൽസ് ഇൻ ബിൽഡിംഗ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രീസിലും ബിൽഡിങ്ങിലൊക്കെ സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ എന്താണ് റൂൾസും ഇല്ലേ, നമുക്കറിയാം ഇത്രയധികം സൗണ്ട് വെക്കാൻ പാടില്ല എന്നൊക്കെ റൂൾസുകളൊക്കെ ഉണ്ട്. ആ റൂൾസുകളൊക്കെ ഫോളോ ചെയ്യുക കേട്ടോ. ഏതെങ്കിലും 4 പോയിന്റ്സ് ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ള, ഏതെങ്കിലും 4 പോയിന്റ്സ് എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. 2 സർക്യൂട്ട് ഡയഗ്രാംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ദാ ബൾബ് എന്തൊക്കെയുണ്ട്, ബൾബ് ഉണ്ട് അല്ലേ, ബൾബ് ഉണ്ട്, സ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ ബാറ്ററി ഒന്നുണ്ട്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ ആർ ദി ഇൻസ്ട്രുമെന്റ്സ് കണക്റ്റഡ് ഇൻ ഈച്ച് സർക്യൂട്ട്. ഓരോ സർക്യൂട്ടിലും ഇൻസ്ട്രുമെന്റ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്? ബാറ്ററി ഉണ്ട് അല്ലേ, ബാറ്ററി ഉണ്ട്, ഒരു 3 വോൾട്ടിന്റെ ബാറ്ററിയാണ്. പിന്നെ എന്താണ് ഉള്ളത്, ബൾബ് ഉണ്ട് അല്ലേ, ബൾബ് എങ്ങനെയാണ്, 3 വോൾട്ടിന്റെ ബൾബാണ് കേട്ടോ. 3 വാട്ട് പവറുള്ള 3 വോൾട്ടിന്റെ ഒരു ബൾബും 2 ബൾബാണ് കേട്ടോ. ബൾബ്സ് 2 എണ്ണം ഉണ്ട്. അതുപോലെ എന്താണ് സ്വിച്ചും ഉണ്ട്, 2 സ്വിച്ചസും ഉണ്ട് അല്ലേ, സ്വിച്ചസ്. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ, ഇൻസ്ട്രുമെന്റ്സ്. ഇത് എങ്ങനെയാണ് ഓരോ സർക്യൂട്ടിലും കണക്ട് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് സർക്യൂട്ടിൽ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇത് സീരീസ് ആയിട്ടല്ലേ. ഫസ്റ്റ് സർക്യൂട്ടിൽ ഇൻസ്ട്രുമെന്റ്സ് സീരീസ് ആയിട്ട്, ബൾബ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് പറയാം കേട്ടോ. ബൾബ്സ് ഇവിടെ എങ്ങനെയാണ്, ബൾബ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ അല്ലേ. ഇവിടെ ബൾബ്സ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി വാട്ട് ഹാപ്പൻസ് ഇൻ ഈച്ച് സർക്യൂട്ട് വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ. ഓരോ സർക്യൂട്ടിലും സ്വിച്ച് ഓൺ ആയി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആദ്യത്തെ സീരീസ് സർക്യൂട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? സ്വിച്ച് ഓൺ ആയി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ബൾബിന്റെ ബ്രൈറ്റ്നസ് ഇവിടെ എങ്ങനെയായിരിക്കും, കുറയും, ഡിക്രീസസ് എന്ന് പറയാം കേട്ടോ. ബ്രൈറ്റ്നസ് കേട്ടോ, ബ്രൈറ്റ്നസ് ഓഫ് ബൾബ് കേട്ടോ. ബൾബിന്റെ ബ്രൈറ്റ്നസ് ഇവിടെ എങ്ങനെയാണ്, കുറയും. അതിന് കാരണം എന്താണ്? നമുക്കറിയാം സീരീസ് സർക്യൂട്ടിൽ എങ്ങനെയാണ്, ഇവിടെ 3 വോൾട്ട് അല്ലേ. ഈ 3 വോൾട്ട് എങ്ങനെയാണ് ഇവിടെ ഡിവൈഡ് ചെയ്ത് പോകും. ഓരോ ബൾബിൽ കൂടെ പോകുമ്പോൾ ഈ വോൾട്ടേജ് V1 V2 ഡിവൈഡ് ചെയ്ത് പോകും. അപ്പൊ 3 വോൾട്ട് ചെല്ലുവോ? ഇല്ല, കറണ്ട് സെയിം ആണ്, ഇവിടെ പോകുന്ന കറണ്ട് സെയിം ആണ്, പക്ഷെ 3 വോൾട്ട് ചെല്ലും. അതായത് ഈക്വൽ ഡിവൈഡ് ചെയ്ത് പോകും. ഒരു ബൾബിലേക്ക് 1.5 ചെല്ലത്തൊട്ടു, മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് അതിന്റെ ബ്രൈറ്റ്നസ് അവിടെ കുറയും. അതേസമയം ഇവിടെ എങ്ങനെയാണ്, പാരലൽ കണക്ഷൻ ആകുമ്പോൾ എങ്ങനെയാണ്, സെയിം വോൾട്ടേജ്, ഈ രണ്ടിലേക്കും സെയിം വോൾട്ടേജ് വരും. അപ്പൊ എങ്ങനെയാണ് ബൾബ്സ് എങ്ങനെയാണ്, ബൾബ്സ് ബ്രൈറ്റ് മോർ എന്ന് പറയാം കേട്ടോ. ബ്രൈറ്റ് മോർ അല്ലേ, മോർ ബ്രൈറ്റ്നസ് നമുക്ക് അവിടെ പറയാം. ഇനി വാട്ട് ക്യാൻ വി സേ അബൌട്ട് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ ഈച്ച് സർക്യൂട്ട്. ഓരോ സർക്യൂട്ടിലും റെസിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ പറയാം, റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, സീരീസ് കോമ്പിനേഷൻ ആവുമ്പോൾ അല്ലെ, സീരീസ് കോമ്പിനേഷൻ ആകുമ്പോൾ റെസിസ്റ്റൻസ് നമുക്കറിയാം ഇൻക്രീസ് ചെയ്യും അല്ലെ, റെസിസ്റ്റൻസ് അവിടെ ഇൻക്രീസ് ചെയ്യും. അതേസമയം പാരലൽ കോമ്പിനേഷൻ ആവുകയാണെങ്കിൽ റെസിസ്റ്റൻസ് അവിടെ കുറയുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? കൃത്യമായിട്ട് പോയിന്റുകളൊക്കെ വെച്ച് നിങ്ങൾ എഴുതുക കേട്ടോ. ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹൗ ആർ ഇൻസ്ട്രുമെന്റ്സ് കണക്റ്റഡ് ഇൻ ഈച്ച് സർക്യൂട്ടും ചോദിച്ചിട്ടുണ്ട്. സർക്യൂട്ട് എയിൽ ബൾബ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് കേട്ടോ, മറ്റേല് ബൾബ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലാണ്. ഇനി സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ സീരീസ് കണക്ഷൻ ആണ് അല്ലേ. അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? കറണ്ട് ഫ്ലോസ് ത്രൂ ബോത്ത് ബൾബ്സ് ഇൻ സെയിം പാത്ത്. കറണ്ട് സെയിം ആണ് പോകുന്നത്, വോൾട്ടേജ് ഷെയർ ചെയ്ത് പോകും അല്ലേ. അതുകൊണ്ട് ബൾബ് എങ്ങനെയാണ്, ഡിം ആയിട്ടായിരിക്കും ഗ്ലോ ചെയ്യുന്നത്. അതേസമയം പാരലൽ കണക്ഷനിൽ എങ്ങനെയാണ്, ഈച്ച് ബൾബിലും ഇങ്ങനെ 3 വോൾട്ട് തന്നെ കിട്ടുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് നല്ല രീതിയിൽ 3 വോൾട്ടിന്റെ ബൾബാണ്. അപ്പം 3 വോൾട്ടിന്റെ ഫുൾ ഗ്ലോയിൽ അത് അല്ലെങ്കിൽ ഫുൾ ബ്രൈറ്റ്നസ്സിൽ അതവിടെ ഗ്ലോ ചെയ്യും കേട്ടോ. ബോത്ത് ബൾബ്സ് വിൽ ഗ്ലോ വിത്ത് നോർമൽ ബ്രൈറ്റ്നസ്. പിന്നെ എന്താണ് ചോദിച്ചിരുന്നത്? റെസിസ്റ്റൻസിന്റെ കാര്യം ചോദിച്ചിരിക്കുന്നില്ല. റെസിസ്റ്റൻസിന്റെ കാര്യം നമുക്ക് എങ്ങനെയാണ്, സീരീസിലാവുകയാണെങ്കിൽ ഹയർ ടോട്ടൽ റെസിസ്റ്റൻസ് ആയിരിക്കും. കാരണം നമുക്കറിയാം ടോട്ടൽ റെസിസ്റ്റൻസ് RS എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, R1 + R2 ആയിരിക്കും വരുന്നത്. അതേസമയം പാരലൽ കോമ്പിനേഷനിലാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ്, കുറവായിരിക്കും ഇല്ലേ. പാരലൽ കോമ്പിനേഷൻ എങ്ങനെയാണ്, 1/R1 + 1/R2 എന്നുള്ള ഫോമാറ്റിലല്ലേ വരുന്നത്. അപ്പം സീരീസ് കോമ്പിനേഷനിലായിരിക്കുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് അവിടെ ഇൻക്രീസ് ചെയ്യും. ഇവിടെ എങ്ങനെയാണ്, റെസിസ്റ്റൻസ് കുറയുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പം ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പം എന്താണ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഒരു 3 മാർക്സിന് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അല്ലെങ്കിൽ ഇതേ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാൻ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ സംഭവങ്ങളെല്ലാം കണ്ടന്റ് എല്ലാം ഒന്ന് തന്നെയായിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. ടെക്സ്റ്റ് ബുക്ക് നല്ലോണം പഠിക്കുക, വായിക്കുക കേട്ടോ. നല്ലപോലെ ഓരോ ഭാഗം കൃത്യമായിട്ട് വായിച്ചിരിക്കണം. ഓരോ ക്വസ്റ്റ്യനും മനസ്സിലാക്കിയിട്ട് എഴുതുക കേട്ടോ. നിങ്ങളത് ഫുൾ എഴുതിയെടുക്കുക, നല്ലപോലെ പഠിക്കുക കേട്ടോ. ഇനി ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്. അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്